എറണാകുളം ഇടക്കൊച്ചിയിലെ വേലിയേറ്റ ഭീഷണിക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശവാസികൾ കനത്ത പ്രതിഷേധത്തിലായിരുന്നു. നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും സംരക്ഷണ ഭിത്തികൾ സ്ഥാപിച്ച് വേലിയേറ്റം തടയുമെന്നും സബ് കളക്ടർ അറിയിച്ചു. വേലിയേറ്റ ഭീഷണിയെ തുടർന്ന് ഇടക്കൊച്ചി നിവാസികൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടന്നുപോകുന്നത്. അധികാരികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടത്തിനും ജനപ്രതിനിധികൾക്കും പരാതി നൽകി. യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം. യോഗം ചേർന്ന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് സബ് കളക്ടർ നൽകിയ ഉറപ്പ് നടപ്പിലായില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് RD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പിന്നാലെയാണ് സബ് കളക്ടർ ഇടക്കൊച്ചിയിലെ വേലിയേറ്റ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ഈ ഭാഗത്ത് മുഴുവനാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രണ്ട് സ്ലൂസ് ഇതായിരുന്നു ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സ്ലൂസ് ഉണ്ടായിരുന്നു, അതിപ്പോ നശിച്ചു പോയി. സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുമെന്നും ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്ത് സർക്കാരിന് ശുപാർശ നൽകുമെന്നും സബ് കളക്ടർ കെ മീര. ഒരു മെഗാ പ്രൊജക്റ്റായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കറക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന് ജനങ്ങളുടെ ആവശ്യം, അവരുടെ പെറ്റീഷൻ എല്ലാം ഞാൻ കേട്ടു, കുറേ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. നമുക്ക് പറ്റുന്നതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് ഇത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ ശ്രമിക്കും. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് ആവശ്യമെന്ന് പ്രദേശവാസികൾ. ഗവൺമെന്റിന്റെ അടിയന്തരമായിട്ടുള്ള ഒരു ഫണ്ട് ഇവിടെ വിനിയോഗിച്ചാൽ മാത്രമേ ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. RDO ഇന്നലെ ഉറപ്പ് നൽകി സ്ഥലം സന്ദർശിക്കാമെന്ന്. ഇന്ന് സ്ഥലം സന്ദർശിച്ച് വേണ്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ്. സുനാമി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വെള്ളത്തിലാണെന്ന് തന്നെ പറയാം. ഇടക്കൊച്ചിക്കാർ മൊത്തത്തിൽ വെള്ളത്തിലാണ്. എല്ലാ വർഷം കൂടുന്തോറും, എല്ലാ വർഷം ചെല്ലുന്തോറും ഓരോ അടി വെള്ളം വെച്ച് കൂടിയാണ് വന്നത്. ഞങ്ങൾ ഇവിടുന്ന് വീട് വിറ്റ് പോകേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ, ജീജ ടെൻസൺ, നാട്ടുകാർ എന്നിവരോടൊപ്പമാണ് ദുരിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. സബ് കളക്ടർ നൽകിയ ഉറപ്പിലും നഷ്ടപരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് പ്രദേശവാസികൾ. 24 കൊച്ചി.